നമസ്കാരം. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIക്ക് തുടരാമെന്ന് ഹൈക്കോടതി വാക്കാൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ ആഗ്രഹിക്കാത്ത ഒരു പരാമർശമാണ് അത്. സംസ്ഥാന സർക്കാർ ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോടതിയെ സമീപിച്ചത്. അന്വേഷണം നിർത്തലാക്കണം എന്നതാണ് സർക്കാരിൻ്റെ ആവശ്യം. ആ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുമുണ്ട്. കേസ് അടുത്ത വ്യാഴാഴ്ച പരിഗണിക്കുന്നതിനായി മാറ്റുകയും ചെയ്തു. ഈ കോടതി നടപടിക്കിടെയാണ് അന്വേഷണം തുടരട്ടെ, ഇപ്പോൾ തടയേണ്ടതില്ല എന്ന നിലപാട് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇത് സർക്കാരിന് ഈ വിഷയത്തിൽ തിരിച്ചടിയല്ലേ? ഈ ചോദ്യത്തിൻ്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ തേടുന്നത്. സ്വാഗതം. വിവരങ്ങളുമായി CN പ്രകാശ് അവിടെ നിന്ന് ചേരുന്നു. പ്രകാശ്, ഇന്ന് കോടതിയിൽ എന്താണ് ഉണ്ടായത്? സനീഷ, ലൈഫ് മിഷൻ പദ്ധതിക്കെതിരായ കേസിൽ CBIക്ക് അന്വേഷണം തുടരാമെന്നാണ് സംസ്ഥാന സർക്കാർ അന്വേഷണവുമായി സഹകരിക്കണമെന്നും ഹൈക്കോടതി വാക്കാൽ നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത്. പദ്ധതിക്കെതിരെയുള്ള CBIയുടെ FIR റദ്ദാക്കി കേസ് അന്വേഷണം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ലൈഫ് മിഷന്റെ ഹർജി കോടതി ഫയൽ സ്വീകരിച്ചു. കേസ് അടുത്ത വ്യാഴാഴ്ച പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തു. ജസ്റ്റിസ് VG അരുണിന്റെ സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. സർക്കാരിന് വേണ്ടി, അതായത് ലൈഫ് മിഷന് വേണ്ടി ഡൽഹിയിൽ നിന്നുള്ള സുപ്രീം കോടതി അഭിഭാഷകൻ വിശ്വനാഥനാണ് ഹാജരാവുകയും ചെയ്തത്. പ്രാഥമികമായ അന്വേഷണം നടത്താതെയാണ് CBI FIR രജിസ്റ്റർ ചെയ്തതെന്നായിരുന്നു സർക്കാരിന്റെ പ്രധാന വാദം. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് FCRA ചട്ടം ബാധകമാകില്ലെന്നും യൂണിടാക്കും റെഡ് ക്രസന്റും തമ്മിലുള്ള ഇടപാടാണ് ഇതൊന്നും സർക്കാരിന് ബന്ധമില്ലെന്നും സർക്കാർ അഭിഭാഷകർ കോടതിയെ അറിയിച്ചു. ധാരണാപത്രം ലൈഫ് മിഷനും റെഡ് ക്രസന്റും തമ്മിലല്ലേ എന്നും ലൈഫ് മിഷൻ ഇല്ലെങ്കിൽ യൂണിടാക്കിന് പണം ലഭിക്കുമോ എന്നും കോടതി സർക്കാരിനോട് ആരായുകയും ചെയ്തു. ലൈഫ് മിഷൻ ഫ്ളാറ്റ് പണിയുന്നതിനുള്ള സ്ഥലം മാത്രമാണ് നൽകിയത്. റെഡ് ക്രസന്റ് പണം നൽകിയത് കരാറുകാർക്കാണ്. അതുകൊണ്ട് തന്നെ FCRA ചട്ടങ്ങൾ ഇടപാടിന് ബാധകമാകില്ല. ഇപ്പോഴുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ്, ചട്ടവിരുദ്ധമല്ല. സർക്കാരിനെയോ സർക്കാർ ഏജൻസിയെയോ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാനാവില്ലെന്നും സർക്കാർ കോടതിയിൽ നിലപാട് സ്വീകരിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെ UAE സന്ദർശന വേളയിൽ ഒപ്പിട്ട ധാരണാപത്രമാണ് പദ്ധതിയുടെ അടിസ്ഥാനമെന്ന് CBI കോടതിയിൽ വാദിച്ചു. യൂണിടാക്കും ലൈഫ് മിഷനുമെല്ലാം പദ്ധതിയിലേക്ക് വരുന്നത് യൂണിടാക്കും സെയിൽ വെഞ്ചേഴ്സും സർക്കാരിന്റെ സഹായികൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ FCRA ചട്ടത്തിന്റെ വകുപ്പുകൾ പദ്ധതിക്ക് ബാധകമാകും എന്നും ഒപ്പം തന്നെ ഏതെങ്കിലും ബിനാമികളാണോ ഈ കമ്പനികൾക്ക് പിന്നിൽ എന്ന സംശയമുണ്ട്. അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു നിമിഷം പ്രകാശ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അതിന്റെ വിശദാംശങ്ങളെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ പ്രതികരണവുമായി ശ്രീ മുഹമ്മദ് റിയാസ്, CPM നേതാവ്, നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റിയാസ്, ഇത് സർക്കാരിന് തിരിച്ചടിയല്ലേ? അതായത് ഹൈക്കോടതി CBI അന്വേഷണം തുടരട്ടെ എന്ന് വാക്കാലാണെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു തിരിച്ചടിയല്ലേ? അല്ല, അത് ഒരു തിരിച്ചടിയായിട്ട് കാണാൻ പറ്റുന്ന പ്രശ്നമല്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഇനി വരാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പോ അത് ഉടനെ നമുക്ക് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ പ്രാഥമികമായിട്ടുള്ള അഭിപ്രായം അപ്പൊ നമുക്കറിയാം, ഈ വിഷയത്തില് ഈ പ്രാഥമികമായ നിയമപരിശോധന പോലുമില്ലാതെ CBI കേസ് വളരെ രാഷ്ട്രീയമായ ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് വ്യക്തമാണ്. ഇപ്പോ FCRA നിയമത്തിലെ 3 ഉം 4 ഉം അനുസരിച്ച്, കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ വിജ്ഞാപനം അനുസരിച്ചു ഈ FIR നിലനിൽക്കില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പറയാൻ കാരണം സനീഷ്, അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ കണ്ടുവരുന്നത് FCRA വകുപ്പിലെ സെക്ഷൻ 3 സെക്ഷൻ 4 പരിശോധിച്ചാൽ തന്നെ സെക്ഷൻ 3 2010 FCR ആക്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വിദേശ പണം വാങ്ങിക്കൂടാ എന്നില്ല. ഇതിന്റെ തുടർച്ചയായി സെക്ഷൻ 4 കൂടി നമ്മളൊരു പരിശോധന നടത്തണം. സെക്ഷൻ 4 ക്ലോസ് B ആർക്കൊക്കെ വിദേശ ഫണ്ട് വാങ്ങാം എന്നാണ്. B ഞാനത് വിശദമായിട്ട് വായിക്കുന്നില്ല, പക്ഷെ ഓർ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്റ്റഡ് ബൈ ഹിം ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് വരുന്ന സെക്ഷൻ B പ്രകാരം തന്നെ ഇതിൽ കാര്യങ്ങൾ വ്യക്തമാണ്. ഇതോടൊപ്പം ഇതിൽ സർക്കാരിന് എന്ത് റോള്, ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ അതൊന്നും വീണ്ടും വിശദീകരിക്കാത്ത ആവർത്തന വിരസതയുടെ പ്രശ്നം വരേണ്ടത് ഇല്ല എന്നുള്ളതുണ്ട്. സർക്കാരിന് എന്ത് റോള്? സർക്കാർ കാലണ കൊടുത്തിട്ടില്ല, സർക്കാർ കാലണ വാങ്ങിയിട്ടില്ല. പിന്നെ ഇതിൽ സർക്കാരിനെ എങ്ങനെ പ്രശ്നം ബാധിക്കും? ഒരു നിമിഷം ശ്രീ റിയാസ്, അവിടെ കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ കോടതിയിൽ CBI ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒപ്പിട്ടതാണ് ഇതിന്റെ പ്രാഥമികമായുള്ള കരാർ എന്നതാണ്. സ്വാഭാവികമായിട്ടും സർക്കാരിന് അവിടെ ഒരു ബന്ധം വരികയല്ലേ? അല്ല, അവിടെ ഞാൻ പറഞ്ഞല്ലോ, അതും
നമുക്ക് കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ സമയം എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ ഇതിന് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ 2020 ജനുവരി 30 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയ ഒരു അസാധാരണ ഗസറ്റ് ഉണ്ട്. ആ ഗസറ്റ് ഇപ്പോ വായിക്കാൻ സമയമുണ്ടോ? എന്താ സ്ഥിതി? വായിച്ച് വിശദമായിട്ട് പോകാം. ആ ഗസറ്റ് തന്നെ പരിശോധിച്ചാൽ where is the central government is the opinion that it is necessary and expedient in the interest of the general public to exempt organizations bracket not being a political party constituted or established by or under a central act or state act or by any administrative or executive order of the central government or any state government and wholly owned by the respective government and be required to have their accounts compulsorily audited by the Comptroller and Auditor General of India CAG or any of the agencies of the CAG from the operation of the Foreign Contribution Regulation Act 2010. It is now therefore in exercise of the powers of conferred by Section 50 of the Foreign Contribution Regulation Act 2010 and in of the order of the Government of India in the Ministry of Home Affairs published in the official gazette wide number സ്പെഷ്യൽ ഓർഡർ നമ്പർ 1492. റിയാസ് അത് മുഴുവനായിട്ടും വായിക്കണ്ട, മലയാളത്തിൽ പറഞ്ഞാലും മതി അതിന്റെ ഒരു ക്രക്സ്. മലയാളത്തിൽ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വായിക്കുന്നത്. അപ്പൊ സനീഷ് വായിച്ചോളാൻ പറഞ്ഞോണ്ടാ പറഞ്ഞത്. അല്ല വേണ്ട, ഇതിന്റെ പച്ച മലയാളം ഞാൻ പറഞ്ഞുതരാം. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അധീനതയിലോ അതിന്റെ ഭാഗമായോ രൂപീകരിക്കുന്ന ഓർഗനൈസേഷനുകളെ FCRAയുടെ പരിധിയിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നു. CAG ഓഡിറ്റ് നിർബന്ധമായും നടക്കണം എന്നതാണ് നിബന്ധന. അതായത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ലൈഫ് മിഷൻ FCRAയുടെ പരിധിയിൽ വരുന്നില്ല എന്ന് ചുരുക്കം. ഇത് ജനുവരി 30, 2020 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയ ഗസറ്റാണ്. ആ ഗസറ്റിൽ വളരെ വ്യക്തമാണ്. അപ്പൊ ഇതൊന്നും അറിയാനിട്ടല്ല ഇവരും ചെയ്യുന്നത്, ഇത് ഇവരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഇനി CBIയുടെ FIRൽ തന്നെ പ്രതികരിക്കപ്പെടുകയാണെങ്കിൽ അങ്ങനെ പണം വാങ്ങിയ പ്രധാനപ്പെട്ട കോൺസുലേറ്റിലെ ഇല്ല, ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാന ആളുകളുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊക്കെ തന്നെ ദുരുദ്ദേശപരമാണ്. ഒരു സർക്കാർ ഇങ്ങനെ ദുരുദ്ദേശപരമായി തോന്നുന്ന ഒരു കാര്യത്തിൽ പിന്നെ എന്തുകൊണ്ട് നിലപാടെടുത്തില്ല, ജുഡീഷ്യൽ സ്റ്റെപ്പുകൾ എടുത്തില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വരും. പക്ഷേ ശ്രീ റിയാസ്, താങ്കൾ ഇപ്പോൾ വിശദീകരിച്ചതുപോലെ CBIക്ക് കേസെടുക്കാൻ തന്നെയും പഴുതുകളില്ലാത്തൊരു സംഭവമാണ് ഇത് എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോടതി ആദ്യഘട്ടത്തിൽ തന്നെ CBI അന്വേഷണം ആവശ്യമില്ല എന്നുള്ള നിങ്ങളുടെ നിലപാടിനെ സാധൂകരിക്കുന്ന കാര്യം പറയാനല്ലേ ഇടയുള്ളൂ. പക്ഷേ ഇന്ന് കോടതി ചെയ്ത എന്താണ്? അന്വേഷണം FIR റദ്ദാക്കിയിട്ട് അന്വേഷണം നിർത്തലാക്കണം, അന്വേഷണത്തിലേക്ക് പോകരുത് എന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ അത് പറ്റുകയില്ല, അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്രക്ക് താങ്കൾ പറയുന്ന പോലെ ഇത്രക്ക് നിസ്സാരമായിട്ടുള്ളത്, നിസ്സാരമെന്നല്ല, ഒരു തരത്തിലും കേസ് പ്രാഥമികമായിട്ട് എടുക്കാൻ പോലും CBIക്ക് അവകാശമില്ലാത്തൊരു സംഗതിയായിരുന്നെങ്കിൽ കോടതി അത് ചെയ്യുമായിരുന്നില്ലല്ലോ. അല്ല, അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഫൈനലായി ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്നൊക്കെ ന്യൂസ് വരുന്നുണ്ട് എന്നല്ല വസ്തുത. കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ലൈഫ് മിഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയുടെ ഒരു സമ്മറി എന്താണ്? ഒന്ന് സർക്കാർ ഒപ്പിട്ട ധാരണാപത്രം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആർട്ടിക്കിൾ 6 എക്സെപ്റ്റ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് എക്സിക്യൂട്ടിംഗ് ദി ജോയിന്റ് പ്രൊജക്ട്, അത് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. ആ ധാരണാപത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നം. രണ്ടാമത്തത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് സെക്ഷൻ 3 പ്രകാരം ഇവിടെ യാതൊരു ഒഫൻസും ഇല്ല എന്നുള്ളത് ഇവിടെ ഹൈക്കോടതിയോട് സമർപ്പിക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും വിചാരണ ഇവിടെ നടന്നിട്ടില്ല. ഞാൻ തിരിച്ചു വരാം ശ്രീ റിയാസ് താങ്കളിലേക്ക്. ശ്രീ അനിൽ അക്കര MLA കൂടെ നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അനിൽ അക്കര, ഇത് ഇന്നത്തേത് ഒരു വാക്കാലുള്ള നിർദ്ദേശം മാത്രമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് ഏതെങ്കിലും നിലയ്ക്ക് ഈ കേസിന്റെ ഭാഗമായിട്ടുള്ള ഒരു തിരിച്ചടിയായിട്ട് സംസ്ഥാന സർക്കാർ കാണേണ്ടതില്ല എന്നതാണ് മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് മാത്രവുമല്ല, പ്രാഥമികമായി തന്നെയും നിൽക്കാത്തതാണ് CBI ഈ കേസിൽ ഇടപെട്ടിരിക്കുന്ന കാര്യം എന്നുകൂടി അദ്ദേഹം പറയുന്നു. അത് താങ്കളുടെ അഭിപ്രായം എന്താണ്? അല്ല, ഇതിനകത്ത് ഞാനിപ്പോ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഈ വിഷയത്തിൽ പറയുന്നില്ല. ഇത് സംസ്ഥാന സർക്കാർ ഇരന്ന് വാങ്ങിയതാണ്, ചോദിച്ചു വാങ്ങിയതാണ്. സ്വാഭാവികമായും എന്റെ മണ്ഡലത്തിൽ നടന്ന ഒരു വലിയ ക്രമക്കേട് എന്താണെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് അഴിമതി നടന്നു എന്നുള്ളത് പൊതുസമൂഹത്തിന് മനസ്സിലായി. രണ്ടാമതായി 38 കോടി രൂപയാണ് ഈ കേസിൽ പ്രതിയാകാൻ പോകുന്ന ഒരാളുടെ അക്കൗണ്ടിൽ കിടക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കെട്ടുകളിൽ പോലും ഇല്ലാത്ത കാര്യമാണ്. ഇതിനകത്ത് ഏതൊരു അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്ന പറഞ്ഞ സർക്കാർ ഈ അന്വേഷണത്തെയും സ്വാഗതം ചെയ്യാണ് വേണ്ടത്. ഇപ്പോ സർക്കാരിനോട് കോടതി പറഞ്ഞിരിക്കുന്നു അന്വേഷണവുമായി സഹകരിക്കാൻ. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി സഹകരിക്കണം. ഇവരാരും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിനകത്ത് അഴിമതിക്കാർ മാത്രമല്ലേ ശിക്ഷിക്കാൻ പോകുന്നുള്ളൂ.
ഇവിടെ പക്ഷേ ഈ 38 കോടി രൂപയൊക്കെ അക്കൗണ്ടിൽ കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടതൊന്നും ആകണമെന്നില്ലല്ലോ ശ്രീ അനിലക്കര. താങ്കൾ ഇതോട് ചേർത്ത് പറയുന്നതൊക്കെ എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ നാട്ടിൽ മുഴുവൻ ഒരു സ്ത്രീയുമായി ചേർന്നുകൊണ്ട് വലിയ അട്ടിമറിയും കള്ളക്കടത്തും ഒക്കെ നടക്കുന്നു ആളുകൾക്ക് ബോധ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഞാൻ എന്റെ മണ്ഡലത്തിൽ 9 കോടി രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി 11/9/2019 CBI കൊടുത്തു. അതിനുശേഷം വീണ്ടും പിന്നെ പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ മുരളീധരന്റെ ചോദ്യത്തിന് ഇതിന് കേന്ദ്ര ഗവൺമെന്റ് അനുമതി ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഫോറിൻ റെഗുലേഷൻ കോൺട്രിബ്യൂഷൻ ആക്ട് അനുസരിച്ച് മറ്റൊരു പരാതിയും കൂടി കൊടുത്തത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്റെ ആവശ്യം അതല്ല. എന്റെ ആവശ്യം 11-ാം തീയതി ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രിവെൻഷൻ ഓഫ് കറപ്ഷനും കൂടി ചേർത്തുകൊണ്ട് ഒരു അന്വേഷണമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീ മുഹമ്മദ് റിയാസ്, ഇതൊരു അഴിമതിയാണ് എന്നതാണ് അനിൽ അക്കരയുടെയും കോൺഗ്രസിന്റെയും സ്ഥിരതയുള്ള വാദം. അവർ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? സർക്കാർ എന്തിനാണ് ഭയപ്പെടുന്നത്? അത് അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് വെച്ചാൽ പോരെ എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നില്ലേ നാട്ടുകാർക്ക്? അല്ല, അത് അദ്ദേഹം ചോദിക്കേണ്ടത് അദ്ദേഹത്തിന്റെ നേതാവ് ഭരിക്കുന്ന രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരിനോടും നേതാവിനോടാണ്. അവരാണ് തുടക്കത്തിൽ ഇത് CBI ഒക്കെ വരുന്നതിനെതിരെ നിലപാടെടുത്തത്. ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ വളരെ കൃത്യമായി ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഏത് അന്വേഷണവും നേരിട്ട് പോകുന്ന പ്രശ്നമില്ല, സർക്കാർ എതിരെ കക്ഷിയുമല്ല എന്ന് പറയുന്നു. പക്ഷെ എന്തൊക്കെ പ്രചരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്? ഇപ്പൊ ഇന്നത്തെ ഈ വിഷയം തന്നെ സ്റ്റേ അനുവദിച്ചില്ല എന്നുള്ളത് ആകെ സർക്കാരിന് തിരിച്ചടിയാണ്. വാസ്തവത്തിൽ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് എന്താ? എന്തിനു വേണ്ടിയിട്ടാ? സർക്കാരിന്റെ കേസ് വളരെ ശക്തമാണ്. ഞാൻ അതിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഏതൊരു നിയമ വിദ്യാർത്ഥിക്കും വളരെ മുഹമ്മദ് റിയാസ്, അദ്ദേഹം പ്രാഥമികമായി ഉന്നയിച്ചൊരു കാര്യമുണ്ടല്ലോ, അതായത് ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി പറയുകയും എന്നാൽ CBI അന്വേഷണം വരുമ്പോൾ അതിനെതിരെ കോടതിയിൽ പോവുകയും ചെയ്യുന്നതിൽ വൈരുദ്ധ്യമില്ലേ എന്ന ചോദ്യം നിൽക്കും. ഇല്ല, ഒരു വൈരുദ്ധ്യമില്ല. ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ സനീഷ്, ഒരു വൈരുദ്ധ്യമില്ല, ഞാൻ പൂർത്തീകരിക്കട്ടെ. ഇപ്പൊ ഇതിന്റെ ന്യായമായ കാര്യങ്ങളൊക്കെ തന്നെ കോടതി അടുത്ത ആഴ്ച കേസ് എടുക്കുമ്പോൾ മെറിറ്റിലേക്ക് മറ്റും പോകുന്നതാണ്. അപ്പൊ സ്റ്റേ ഇല്ല എന്നുള്ളത് കൊണ്ട് CBIക്ക് എന്തും കാട്ടിക്കൂട്ടാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചു പോകാൻ പറ്റുമോ? നേരിടാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഇവിടെ ചില നിയമവും കാര്യങ്ങളും ഉണ്ട്. ആ നിയമ സംവിധാനങ്ങൾ വഴിയാണോ CBI ഇടപെട്ടിട്ടുള്ളത്? ഞാൻ അക്കമിട്ട് നിരത്തിയല്ലോ ഓരോ കാര്യവും, അതിന് മറുപടി ഇവിടെ കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നാ പറഞ്ഞത്. ഞാൻ അക്കമിട്ട് നിരത്തിയ കാര്യങ്ങളുണ്ട്. ആ അക്കമിട്ട് നിരത്തിയ കാര്യങ്ങൾ CBIക്ക് ഇതിൽ എങ്ങനെ കേസ് എടുത്ത് ചാടി വീണ് ഇടപെടാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ഉണ്ടോ ഇല്ലയോ? ഇതാണല്ലോ ഇപ്പൊ കോടതി മുമ്പാകെ വന്നത്. റൈറ്റ് ഇല്ലാണെങ്കിൽ സർക്കാർ ഇടപെടണ്ടേ? ഒരു അന്വേഷണത്തെയും പേടിയില്ല. അതുകൊണ്ട് എന്ത് തോന്നിവാസ രീതിയിലും അന്വേഷണങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ സർക്കാരും ഉണ്ടാതിരിക്കണോ? അങ്ങനെ സർക്കാരും ഉണ്ടാതിരുന്നാൽ, അങ്ങനെ സർക്കാർ കോടതിയെ സമീപിക്കാതിരുന്നാൽ നാളെ ഈ വിഷയം ന്യായമായും CBI രാഷ്ട്രീയമായി ഇതിൽ ഇടപെടുകയാണെന്ന് സമൂഹമാകെ പറയുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ ജുഡീഷ്യൽ സ്റ്റെപ്പ് എടുത്തില്ല എന്നുള്ള ചോദ്യം ഇതേ ആളുകൾ തന്നെ ചോദിക്കില്ലേ? ശരി, ആയതുകൊണ്ടാണെന്ന് പറയുന്നത് അതേ ആളുകൾ ചോദിക്കും. ഇതിന് തിരിച്ചു ചെയ്യേണ്ടത് എന്താ? CBI കൂട്ടിലിട്ട തത്തയാണ് എന്ന് കോൺഗ്രസ് ഭരിക്കുമ്പോഴും CBI BJPയുടെ വേട്ടനായിയാണെന്ന് ഇപ്പോഴും CBI എന്താന്ന് ഇന്നലത്തെ കേസോട് കൂടി മനസ്സിലായല്ലോ. അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വരാം ശ്രീ റിയാസ് താങ്കളിലേക്ക്, ഒന്നുകൂടി അനിൽ അക്കരയിലേക്ക് പോയതിനു ശേഷം വരാം. ശ്രീ അനിൽ അക്കര, ഇവിടെ CBI രാഷ്ട്രീയമായിട്ട് കാര്യങ്ങളെ ഉപയോഗിക്കുന്ന ഒരു ഏജൻസിയാണ് എന്ന ആക്ഷേപം നേരത്തെ തന്നെ CPM-നുണ്ട്, കോൺഗ്രസിനുമുണ്ട്. CBI ഇവിടുത്തെ CPM സർക്കാരിനെ, ഇടത് സർക്കാരിനെ പിടിക്കാനൊരു കാര്യം കിട്ടുമ്പോൾ വന്ന് ചാടി വീഴും എന്നൊരു അഭിപ്രായം അവർ മുന്നോട്ട് വെക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുകയില്ലേ? ഈ കേസ് ഈ പറയുന്ന സർക്കാർ നേരിട്ട് ഇടപാടുകളൊന്നും നടത്താത്ത കേസായതുകൊണ്ട് സർക്കാരിനെ കക്ഷിയാക്കിയിട്ട് CBI അന്വേഷിക്കേണ്ടുന്ന കാര്യമില്ല എന്നതാണ് അവരുടെ വാദം. എന്ന് മാത്രവുമല്ല, ഈ CBI കേസ് ഏറ്റെടുക്കുന്നതിൻ്റെ നിയമപരമായുള്ള വഴികൾ പാലിക്കാതെയാണ് അവർ വന്ന് കേസെടുത്തിരിക്കുന്നത് എന്ന ഒരു വാദം കൂടെ കോടതിക്ക് മുമ്പാകെ സർക്കാർ വെക്കുന്നുണ്ട്. അതായത് മുഹമ്മദ് റിയാസിനെ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ഇങ്ങനെ പറയാൻ കഴിയൂ. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. രണ്ടാമത്, ഈ കേസിന്റെ സാൻഡിറ്റിയെ കുറിച്ച് ഞാൻ ഇപ്പോ സൂചിപ്പിക്കുന്നില്ല. കാരണം ഞാൻ ഈ കേസിൽ എനിക്ക് നോട്ടീസ് ലഭിക്കാൻ പോകുന്ന കക്ഷിയാണ്. എന്റെ വിഷയതല്ല. ഞാൻ ഈ പരാതി CBIക്ക് അല്ല ആദ്യം കൊടുത്തത്. ഞാൻ ഈ പരാതി ആദ്യം കൊടുത്തത് ആഗസ്റ്റ് 15 സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വിജിലൻസ് ഡയറക്ടർക്കാണ്. രണ്ടാമത്തെ പരാതി വീണ്ടും കൊടുത്തത് 11/9/2019 അങ്ങനെ സത്യസന്ധമാണെങ്കിൽ സ്ഥലം MLA നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്താം. 1 മാസം കഴിഞ്ഞിട്ടും 2 മാസം കഴിഞ്ഞിട്ടും എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കേസെടുക്കാതെ വന്നില്ല. പിന്നെ ഞാൻ സമീപിച്ചത് CBI ആണ്.
സ്വാഭാവികമായും ഈ രാജ്യത്ത് ഇത്രയും വലിയ അഴിമതി നടന്ന സംഭവത്തിൽ CBI ആണ് ആദ്യം FIR ഇട്ടത്. ഞാൻ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഉള്ള എല്ലാ നടപടികളും തയ്യാറാക്കിയതിനു ശേഷം തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്റെ കയ്യിൽ രേഖകൾ വന്നതിന് ശേഷം തന്നെയാണ് ഞാനത് മുന്നോട്ട് പോയിട്ടുള്ളത്. എനിക്ക് എന്റെ മുഖ്യമന്ത്രിയോടും ഇതുമായി ബന്ധപ്പെട്ട ലൈഫ് മിഷനോടും പറയാനുള്ളത്, നിങ്ങൾ അന്വേഷണവുമായി സഹകരിക്കൂ, അഴിമതിക്കാരെ ജയിലിടാനുള്ള നടപടികളുമായി പോകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇത് ഏതറ്റം വരെയും ഞാനത് നിയമപരമായ നടപടിയുമായിട്ട് പോകും. ശ്രീ അനിലക്കര, ഇത് UAE കോൺസുലേറ്റ് കൊടുത്ത പണം, അതായത് റെഡ് ക്രസന്റ് എന്ന കമ്പനിയും യൂണിടാക്കും തമ്മിലുള്ള ഏർപ്പാട്, ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന് എന്ത് കുഴപ്പമാണുള്ളത്? സംസ്ഥാന സർക്കാരിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് കേസിൽ കൊണ്ടുവരാനാവുക എന്നാണല്ലോ അവർ ചോദിക്കുന്നത്. അല്ല, ഞാനതിനകത്ത് ഒരു എവിഡൻസ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കേസിനകത്ത് ദീർഘമായി സംസാരിച്ചു പോകുന്നില്ല. ഇന്ന് എന്റെ മണ്ഡലത്തിൽ 6 കോടി രൂപയുടെ ഒരു AS പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് നിർമ്മിക്കാൻ പോകുന്നത് സർക്കാർ സ്ഥലത്ത് PWD ടെൻഡർ ചെയ്യുന്ന കരാറുകാരാണ്. സർക്കാർ സ്ഥലത്ത്, ഞാൻ കൃത്യമായി പറയുന്നു, സർക്കാർ സ്ഥലത്ത് സർക്കാർ റൂട്ടിൽ. ഇത് എന്റെ മണ്ഡലത്തിലെ ലൈഫ് മിഷന്റെ റോഡ് സ്ഥലത്തിലല്ല, റവന്യൂ വകുപ്പിന്റെ സ്ഥലത്ത് ആര് അനുമതി കൊടുത്തിട്ടാണ് എന്ന ചോദ്യത്തിന് എനിക്ക് ഇതേവരെ ലൈഫ് മിഷന് മറുപടി കിട്ടിയില്ല. അതാണ് എന്റെ പ്രശ്നം. ഇവിടെ ശ്രീ അനിലക്കര, ഇവിടെ തന്നെ പരിഹരിക്കാവുന്ന വിജിലൻസ് അന്വേഷിക്കേണ്ടത് ഒരു കേസായിട്ടാണല്ലോ താങ്കളും ഇതിനെ കണ്ടിട്ടുള്ളത്. മുഖ്യമന്ത്രിയോടാണ് താങ്കളുടെ പരാതി. പക്ഷേ CBI വന്ന് കേസ് ഏറ്റെടുക്കുകയാണ്, നടപടിക്രമങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നുമുണ്ട്. അപ്പോൾ എന്തോ ഒരു CBIയുടെ അമിതോത്സാഹം ഇക്കാര്യത്തിലുണ്ട്. താങ്കളുടെ കേസ് അതിന് ഉപകരണമാവുകയാണ് ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയമായ കളിയുടെ ഭാഗമായിട്ട് എന്ന് കണ്ടാൽ എന്തായിരിക്കും താങ്കൾ പറയുക? അങ്ങനെ സംശയിക്കേണ്ടതുണ്ടോ? CBI താങ്കൾക്ക് സംശയമുണ്ടോ? അല്ല, അത് അവരുടെ ആർഗ്യുമെന്റ് ആണ്. എനിക്ക് നീതി കിട്ടിയത് CBI എന്നാണ്. എന്റെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം കൊടുത്തത് വിജിലൻസിലാണ്. 2 തവണ ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തു. ആ പരാതി കൊടുക്കുന്ന സമയത്തൊന്നും ഇവർ കേസ് അന്വേഷിച്ചില്ല. രണ്ടാമത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് വരുന്നത് എനിക്ക് ഉറപ്പായി വരുന്നത് പാർലമെന്റിൽ K. മുരളീധരന് കിട്ടിയ മറുപടിയാണ്. ആ മറുപടിയും ചേർത്താണ് ഞാൻ CBIക്ക് പരാതി കൊടുത്തത്. ഞാൻ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഞാൻ CBI ഞാൻ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അവരെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ അതിന്റെ മുന്നിൽ CBI മാത്രമല്ലല്ലോ ഈ രാജ്യത്തെ ഏറ്റവും അവസാനത്തെ മാർഗം എന്ന് പറയുന്നത്. കോടതിയുടെ കൂടി പരിഗണനയിലേക്ക് ഈ കേസ് കൊണ്ടുവരാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിവെൻഷൻ ഓഫ് ആന്റി കറപ്ഷൻ ആക്ട് ഞാൻ എനിക്ക് നോട്ടീസ് കിട്ടുന്ന മുറയ്ക്ക് എന്റെ FIRനകത്ത് അതുകൂടി ചേർക്കാൻ വേണ്ടിയാണ് ഞാൻ കോടതിയിൽ പോകാൻ പോകുന്നത്. ഇവിടെ ശ്രീ അനിലക്കര, വിജിലൻസ് അന്വേഷണമാണ് താങ്കളുടെ ആവശ്യം. 2 തവണ താങ്കൾ ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എന്നാൽ പിന്നെ ആ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാട് സ്വീകരിച്ച് CBI ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടുന്ന കാര്യമുണ്ടോ? അല്ല, അതിനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ CBIക്ക് വിജിലൻസിന് പരാതി കൊടുക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 11-ാം തീയതി വരെയാണ് ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തത്. ആ പരാതി കൊടുക്കുന്ന സമയത്ത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ തെളിവ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ആ തെളിവെന്ന് പറയുന്നത്, കൃത്യമായ തെളിവെന്ന് പറയുന്നത് K. മുരളീധരന് പാർലമെന്റിൽ കൊടുത്ത മറുപടിയാണ്. ആ മറുപടിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ വിജിലൻസിന് ഇത് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് അതിന്റെ ജൂറി സെക്ഷനിൽ വിജിലൻസ് പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് CBI അന്വേഷണത്തിലേക്ക് പോയത്. അതെനിക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ മുഹമ്മദ് റിയാസ്, ഒരു നിമിഷം താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ അനിലക്കര, FCRA ആക്ട് ഇതിൻ്റെ പരിധിയിൽ ഇത് വരില്ല, ഈ പണം കൈമാറ്റം ഇടപാട് എന്നാണല്ലോ പറയുന്നത് ഒരു വിഭാഗം ആളുകൾ. അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ മുഹമ്മദ് റിയാസ്, ഇവിടെ ഇത്തരം വിശദാംശങ്ങളാണ് വിശദീകരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വരുന്നത്. 2 തവണ വിജിലൻസിന് കേസ് കൊടുത്തതാണ്, ഒന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അവരതിൽ ഇടപെട്ടില്ല. ഇപ്പോൾ ഈ ആവശ്യം ഏറ്റെടുത്തിരിക്കുന്നത് CBI ആണ്. അതുകൊണ്ട് ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത്തെ പ്രശ്നം, ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണം. അതായത് FCRA ആക്ട് വിജിലൻസിൽ വരില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഈ കേസിൽ FCRA ആക്ട് ഫോറിൻ മണി പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. മൂന്നാമത് അദ്ദേഹം തന്നെ വിജിലൻസിൽ വരില്ല എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ വിജിലൻസിന് പരാതി കൊടുക്കുന്നു. അപ്പൊ ഏത് ഉറച്ചു വെക്കുന്നതാണ് പ്രശ്നം. ഒന്ന്, വിജിലൻസ് സംവിധാനം എന്ന് പറയുന്നത് ആകെ മോശമുള്ളതാണ്. കേരളത്തിന്റെ പബ്ലിക് സർവന്റ് പൊതുമണ്ഡലത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള കുഴപ്പങ്ങൾ ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ സർക്കാരിന്റെ. ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടല്ലേ വിജിലൻസ് അന്വേഷണം പറഞ്ഞത്, വിജിലൻസ് അന്വേഷണം നിശ്ചയിച്ചത്. അങ്ങനെ ഒരു ഉത്തരവാദിത്തം കേരളത്തിലെ സർക്കാർ നിർവഹിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇവരെന്തായിരുന്നു പറയുക? ഇവർ പറയുന്ന കാര്യം എന്താ? വേറൊന്നുമല്ല, എന്തുകൊണ്ട് നിങ്ങൾ ഒരു വിജിലൻസ് അന്വേഷണത്തിന് പോലും തയ്യാറായിട്ടില്ല? ആ ചോദിക്കുന്ന ഇവർ ഇപ്പൊ ചോദിക്കുന്നത് CBI അന്വേഷണം അട്ടിമറിക്കാനല്ലേ? CBI അന്വേഷണം എങ്ങനെയാണ് ഒരു വിജിലൻസ് അന്വേഷണം ഉണ്ടെങ്കിൽ അട്ടിമറിക്കപ്പെടുക? അന്വേഷണത്തെ എങ്ങനെയാണ് ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് കൊണ്ട് തടയാൻ വേണ്ടി പറ്റുക? വിജിലൻസ് അന്വേഷണം മുന്നോട്ട് പോയി ഇനി ഏതെങ്കിലും രീതിയിൽ മറ്റെന്തെങ്കിലും അന്വേഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വന്നിട്ടില്ലേ, വന്ന കാര്യങ്ങളില്ലേ? വിജിലൻസ് സംവിധാനം ആകെ മോശമാണ് എന്ന് പറയാൻ പറ്റും. എത്ര കേസുകൾ വിജിലൻസ് സംവിധാനത്തിലൂടെ മുന്നോട്ട് പോയി? വിജിലൻസ് സംവിധാനം ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞൊക്കെ തന്നെ ഭരിക്കുന്ന സമയത്ത് വിജിലൻസ് സംവിധാനവും മറ്റ് സംസ്ഥാന ഏജൻസികളെയും മുന്നിൽ വെച്ച് മുന്നോട്ട് പോയത്.
അപ്പോ ഇതിൽ അങ്ങനെയുള്ള മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒന്നും തന്നെ കക്ഷിയല്ല. സംസ്ഥാന സർക്കാർ കക്ഷിയല്ല. സംസ്ഥാന സർക്കാരോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒന്നും കക്ഷിയല്ലാത്ത ഏതെങ്കിലും പബ്ലിക് സർവന്റ് പൊതുമണ്ഡലത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പരിശോധന നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ വിജിലൻസിന് വെക്കുന്നു. എന്നാൽ നേരത്തെ മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉത്തരവാദിത്തപ്പെട്ടവർ അവർ സംസ്ഥാന ഏജൻസി തന്നെ അന്വേഷിച്ചപ്പോൾ അവരുടെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന ഏജൻസിക്ക് കീഴിൽ അന്വേഷണത്തിന് മുമ്പാകെ വന്ന് ഹാജരായി, രാജിവെച്ചിട്ടില്ല, പോയിട്ടില്ല. ഇതാ രണ്ടും വ്യത്യാസം. ഇവിടെ മുഖ്യമന്ത്രിയോ സർക്കാരോ കാലണ നേരിട്ട് വാങ്ങിയിട്ടില്ല, കാലണ കൊടുത്തിട്ടുമില്ല. ഇത് അറിയുന്നത് കൊണ്ടാണ് ഈ അനിലക്കര ഉൾപ്പെടെ വിജിലൻസിനെ സമീപിച്ചത്. പിന്നീട് അദ്ദേഹം പറയുന്നത് വേറെയാണ്. ഇപ്പോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CBI നിന്നാണ് നീതി ലഭിച്ചത്. CBIയുടെ ഒരു നീതി അല്ലോ. LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും പരസ്യമായി വെല്ലുവിളി പ്രസംഗം നടത്തിയ വീഡിയോ നാട്ടിലാകെ പാട്ടാ. പക്ഷെ CBI കോടതി കൊടുത്തിട്ടില്ല. അതാണല്ലോ കോടതി കൊടുക്കാൻ തയ്യാറാവത്താണല്ലോ CBI. അയോധ്യ കേസിലെ CBI കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഉണ്ടായിരുന്നല്ലോ. ഈ വിഷയത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഉണ്ടായിരുന്നു. കോൺഗ്രസിലെയും BJPയിലെയും RSS സ്വാധീനം എത്രയെന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയാണ് കൂട്ടിലിട്ട തത്ത എങ്ങനെയാണ് ഇന്നലെ ആ കോടതിയിൽ ഇടപെട്ടതിന്റെ വിധിയായി മാറിയതെന്നുള്ളത്. അങ്ങനെയുള്ളവർ ഇന്നത്തെ കോൺഗ്രസിലുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് CBIയോട് കേരളത്തിൽ വല്ലാത്ത സ്നേഹമാണ്. കോൺഗ്രസിലെ ദേശീയ നേതൃത്വത്തിന് ഇല്ലാത്ത സ്നേഹം. തിരിച്ചു വരും ശ്രീ റിയാസ് താങ്കളിലേക്ക്. കോൺഗ്രസ് നേതാവ് ശ്രീ ജോസഫ് വാഴക്കൻ കൂടെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ, ഇവിടെ ഈ സംസ്ഥാന സർക്കാർ നേരിട്ട് കക്ഷിയല്ലാത്ത ഇടപാടുമായി ബന്ധപ്പെട്ട് യൂണിടാക്കും റെഡ് ക്രസന്റും തമ്മിലുള്ള UAE കോൺസുലേറ്റ് ജനറൽ കൊടുത്തിരിക്കുന്ന പണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസിൽ CBI വന്ന് അന്വേഷിക്കുകയാണ്. നേരായ വഴികളൊന്നും പാലിക്കാതെയാണ് അവർ വന്നിരിക്കുന്നത്. കോൺഗ്രസ് പക്ഷേ CBI കൂട്ടിലിട്ട തത്തയാണെന്ന് നന്നായിട്ട് അറിയാവുന്ന കോൺഗ്രസ് ഈ കാര്യത്തിൽ രാഷ്ട്രീയമായിട്ട് സംസ്ഥാന സർക്കാരിനെയും CPMനെയും ഉപദ്രവിക്കാനാണ് CBI വരുന്നത് എന്ന് മനഃപൂർവ്വം അറിഞ്ഞിട്ടുകൂടെ അതിനൊപ്പം നിൽക്കുന്നത് അധാർമികമല്ലേ എന്ന ചോദ്യമാണുള്ളത്. നമ്മുടെ കോടതിയല്ലേ പറഞ്ഞത്, കേരള ഹൈക്കോടതി പറഞ്ഞല്ലോ, ഇത് ലൈഫ് മിഷന് സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുബായ് സന്ദർശനവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ വിഷയം തുടങ്ങുന്നത് തന്നെ. അപ്പൊ സ്വാഭാവികമായിട്ടും ലൈഫ് മിഷൻ ഇല്ലാതെ യൂണിടാക്ക് വരില്ല. ലൈഫ് മിഷൻ ഇതിന്റെ അകത്ത് ഒരു കക്ഷിയാണെങ്കിൽ മാത്രമേ യൂണിടാക്കിന് അവിടെ പ്രസക്തിയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിനപ്പുറത്ത് നമ്മൾ ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോ ഇവര് പറഞ്ഞു ഇവിടെ വിജിലൻസ് അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് CBI വന്നത്. അങ്ങനെ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചതല്ലല്ലോ. ഇതിനു മുമ്പ് തന്നെ, ഈ സ്വർണം കടത്തുന്നതിന് മുമ്പ് തന്നെ എത്രയോ കേസുകളിൽ നമ്മുടെ ഈ മൊബിലിറ്റി മുതൽ നമ്മുടെ സ്പ്രിംഗ്ലർ മുതൽ എത്രയോ കേസുകളിൽ കേരളത്തിന്റെ പ്രതിപക്ഷവും കേരളത്തിലെ വിവിധ മാധ്യമങ്ങളും ഒക്കെ ഇതിനകത്തെല്ലാം അഴിമതിയുണ്ട്. ഈ പറയുന്ന എല്ലാ കൺസൾട്ടൻസികളിലും കമ്മീഷന്റെ ഏർപ്പാടാണ്, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്ന് അദ്ദേഹത്തിന്റെ ഓരോ പത്രസമ്മേളനങ്ങളും അദ്ദേഹം ഡെസ്കിൽ താളം കുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ അന്വേഷണം പോലും ഒരു ഏജൻസിയെ കൊണ്ട് നടത്താനും അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഈ വൃത്തികേട് മുഴുവൻ നടന്നിട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അവിടുത്തെ സ്പേസ് പാർക്കിന്റെ മാനേജരായി വെച്ച പെൺകുട്ടിയും അതുപോലെയുള്ള IT ഫെലോ ഇവരെല്ലാവരും കൂടി വലിയ സർക്കസ് എല്ലാം കളിച്ചിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് തയ്യാറല്ല അന്വേഷിക്കാൻ. പിന്നെ CBI അന്വേഷിക്കും എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ, കാരണം 20-ാം തീയതി തന്നെ ശ്രീ അനിൽ അക്കരയെ CBIയിൽ നിന്ന് വിളിച്ച് ഡീറ്റെയിൽസ് എടുത്തത് ഹോം സെക്രട്ടറി അറിയുന്നു. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി അറിയിച്ച് ആ സെക്കൻഡിൽ തന്നെ ഒരു പേരിനൊരു വിജിലൻസ് എൻക്വയറി. ആ എൻക്വയറിയോ എറണാകുളത്തോ അതല്ലെങ്കിൽ ലൈഫ് മിഷന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന തൃശ്ശൂരോ ഉള്ളതല്ല, അറിയപ്പെടുന്ന ഒരു സഖാവായിട്ടുള്ള ഒരു വ്യക്തിയെ, ഒരു വിജിലൻസ് SP-യെ കോട്ടയത്ത്. ശരി, അതാണ് ഞാൻ ഇടപെടുന്നത്. ക്ഷമിക്കണം ശ്രീ ജോസഫ് വാഴക്കൻ, സമയം കുറഞ്ഞുകൊണ്ടാണ്. വളരെ നന്ദി. ശ്രീ റിയാസ്, ഇതാണ് അതിന്റെ കാര്യം. അതായത് വിജിലൻസ് അന്വേഷണം നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് നേരാവണ്ണം അന്വേഷണവുമായി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ, ഗൗരവത്തിലെടുത്തിരുന്നുവെങ്കിൽ CBI വരേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊരു സംശയം നാട്ടുകാർക്ക് വരും. ഇത് നേരത്തെ ഞാൻ ശ്രീ അനിലക്കരയോട് ചോദിച്ച ചില ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ വിജിലൻസ് അന്വേഷണം എടുത്താൽ പറയുന്നത് CBI അന്വേഷണത്തെ തടയാനാണ്. അത് എങ്ങനെയാണ് CBI അന്വേഷണത്തെ വിജിലൻസ് അന്വേഷണം തടയുക? ഇനി എന്താ അന്വേഷണം മുന്നോട്ട് പോകാൻ പറ്റില്ലേ? അങ്ങനെ എത്ര കാലം പോയിട്ടുണ്ട്, നമ്മുടെ മുൻകാല അനുഭവങ്ങളില്ലേ? ഇനി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ, വിജിലൻസ് അന്വേഷണം നടത്തിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഇവർ പറയുക? ഇവരെന്താണ് ഈ CBIയോട് ഈ കേരളത്തിലെ കോൺഗ്രസിന് ഒരു വേറിട്ട നയം?
രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും കോൺഗ്രസ് തന്നെയല്ലേ കേരളത്തിലെയും കോൺഗ്രസ്. അത് ഓരോ സംസ്ഥാനത്തും തൃണമൂൽ കോൺഗ്രസ് പോലെയും അല്ലെങ്കിൽ പ്രാദേശിക കോൺഗ്രസ് പോലെ ആയിക്കഴിഞ്ഞു. രാജ്യത്തെ കോൺഗ്രസിന്റെ നിലപാടല്ലേ കേരളത്തിലെ കോൺഗ്രസിന്? കേരളത്തിലെ കോൺഗ്രസിലുള്ളവർക്ക് BJP-യെക്കാളും CBIയോടുള്ള സ്നേഹം എങ്ങനെ വരുന്നു? ഇന്നലെ നമ്മൾ കണ്ടതാണല്ലോ CBIയുടെ ഒരു കുരുത്തക്കേട്, ഈ രാജ്യത്തെ വല്ലാതെ പ്രയാസത്തിലേക്ക് തള്ളിവിടുന്നത്. എന്നിട്ടും ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ CBI സിന്ദാബാദ് എന്ന് വിളിക്കുമ്പോൾ കോൺഗ്രസിലെ അണികളത് അംഗീകരിക്കുകയോ? ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള RSS നിയന്ത്രണമുള്ള നരേന്ദ്രമോദിയുടെ സർക്കാർ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ കൂട്ടിലിട്ട തട്ടിയല്ല വേട്ടനായ CBI വെച്ച് സർക്കാരിനെ ആക്രമിക്കില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർ, കേരളത്തിലെ UDF-ന്റെ പ്രവർത്തകർ? CBIയെ രാഷ്ട്രീയമായി മോദിയും അമിത്ഷായും BJP-ക്ക് വേണ്ടി ഉപയോഗിക്കും കേരളത്തിൽ എന്നറിയുന്നവരാണ് കേരളത്തിലെ UDF-ലെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്നവരും. ശരി, അപ്പോ ഇതിനൊക്കെ നിങ്ങൾക്ക് മറുപടി അവരിൽ നിന്ന് തന്നെ കിട്ടിക്കൊള്ളും. അവരിൽ നിന്ന് തന്നെ കിട്ടുന്ന കാലം അതിവിദൂരമല്ല. ശരി, വളരെ നന്ദി ശ്രീ മുഹമ്മദ് റിയാസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. വളരെ നന്ദി അനിൽ അക്കര, ശ്രീ ജോസഫ് വാഴക്കൻ, രണ്ടുപേരും ടെലഫോണിലൂടെ എത്തിയതിന് വളരെയധികം നന്ദി. നേരത്തെ CN പ്രകാശ് അതിൻ്റെ വിവരങ്ങൾ നൽകി, പ്രകാശിനും അതിന് നന്ദി. കോടതിയിലാണ് ഈ കേസ് ഉള്ളത്. CBI അന്വേഷണം ആവശ്യമില്ല, അവരുടെ FIR റദ്ദാക്കി അന്വേഷണം വേണ്ടെന്ന് വെക്കണം എന്ന നിലപാടും ആവശ്യവുമാണ് സംസ്ഥാന സർക്കാരിൻ്റേത്. പ്രാഥമികമായിട്ട് വാക്കാൽ അങ്ങനെ ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നതാണ് അറിയുന്നത്. ഈ അന്വേഷണം നടക്കട്ടെ എന്നൊരു നിലപാട്. പക്ഷേ ഇതിൻ്റെ വാദങ്ങളിലേക്കും കാര്യങ്ങളിലേക്കുമൊക്കെ പോവുക ഇനിയാണ്. കേസ് ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. വ്യാഴാഴ്ചയാണത് വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുക. ഇപ്പോൾ മുഹമ്മദ് റിയാസ് രാഷ്ട്രീയമായിട്ട് സൂചിപ്പിച്ച പോലുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് കോടതിക്ക് മുമ്പാകെ അവതരിപ്പിക്കപ്പെടും. സുപ്രീം കോടതിയിലെ വളരെ പ്രധാനപ്പെട്ട അഭിഭാഷകർ ഒരാളാണ് സർക്കാരിന് വേണ്ടി വാദിക്കാനായി വരുന്നത്. അപ്പോൾ CBI വഴിവിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതായത് വേണ്ട വഴികളിലൂടെ പൂർത്തീകരിച്ചിട്ടല്ല ഈ കേസ് ഏറ്റെടുത്തത് എന്ന ആക്ഷേപം അവിടെ ഉണ്ട്. ഈ കേസിൽ സംസ്ഥാന സർക്കാർ കക്ഷിയാകേണ്ടുന്ന സാഹചര്യമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതടക്കമുള്ളവ എല്ലാം വിശദമായിട്ട് നിയമപരിശോധനകൾക്ക് വിധേയമാകും. അതിനുശേഷം മാത്രമേ ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുകയുള്ളൂ. ഇപ്പോഴുള്ളത് ഒരു വാക്കാലുള്ള പരാമർശം മാത്രമാണ്. അതിന്മേലായിരുന്നു ചർച്ച. രണ്ട് പക്ഷവും അവരവരുടെ നിലപാടുകൾ വ്യക്തമാക്കി. നമ്മുടെ പ്രത്യേക ചർച്ച പൂർണ്ണമാവുകയാണ്. ഇനി വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക. നമസ്കാരം.